നമസ്കാരം. രാജ്യത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ചയാകുന്നത് വ്യാപാര യുദ്ധങ്ങളുടെ വാർത്തകളാണ്. ഇപ്പോൾ റഷ്യ വീണാൽ അല്ലെങ്കിൽ വീഴ്ത്തിയാൽ ആർക്കാവും അതിൻ്റെ ഫലം കിട്ടുക? അതായത് ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാവുകയുള്ളൂ എന്ന സാമാന്യ തത്വം ആർക്ക് പ്രയോജനപ്പെടും എന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ വില ഇടിയാൻ തുടങ്ങിയത് റഷ്യ എണ്ണ വിപണിയിൽ കൂടുതലായി ഇടപെട്ടതോടെയാണ്. അമേരിക്കയും യൂറോപ്പും ഉപരോധം ചുമത്തിയ കാരണം വരുമാനം കണ്ടെത്താൻ വേണ്ടിയാണ് റഷ്യ എണ്ണവില കുറച്ചുവിറ്റത്. എന്നാൽ റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം ശക്തമാക്കിയതോടെ അവരുടെ എണ്ണ വിപണിയിലെത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഈ വേളയിലാണ് ആരാണ് നേട്ടമുണ്ടാക്കുക എന്ന ചോദ്യമാണ് വിപണിയിൽ. പ്രധാന എണ്ണ രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ പല രാജ്യങ്ങളുടെയും പേര് ഇക്കൂട്ടത്തിലുണ്ടെങ്കിലും ലാഭം കൊയ്യാൻ പോകുന്നത് മറ്റൊരു രാജ്യം എന്നാണ് നിലവിലെ വിവരം. ഇതിനുവേണ്ടി ഈ രാജ്യം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. റഷ്യയുടെ എണ്ണയും വാതകവുമാണ് യൂറോപ്പ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തോടെ സാഹചര്യം മാറി. റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും യൂറോപ്പ് നിർത്തിവെച്ചു. പകരം അവർ സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ സമീപിക്കാൻ തുടങ്ങി. മറ്റു വഴികളും ആരാഞ്ഞു. ഒടുവിൽ യൂറോപ്പ് കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് ഗയാനയിലേക്കാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഗയാന. 2019 അവസാനത്തിലാണ് അവർ എണ്ണ കയറ്റുമതി തുടങ്ങിയത്. ഇന്ന് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന 5ാമത്തെ രാജ്യമായി മാറിക്കഴിഞ്ഞു. വൈകാതെ അടുത്ത മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ഗയാന. അങ്ങനെ സംഭവിച്ചാൽ എണ്ണ വിപണിയിലെ പല പ്രമുഖ രാജ്യങ്ങളും വീഴും. 6 ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും നിലവിൽ ഗയാന ഉൽപ്പാദിപ്പിക്കുന്നത്. 2030 ആകുമ്പോൾ 13 ലക്ഷമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം. എക്സോൺ മൊബൈൽ നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനികളുടെ കൂട്ടായ്മ ഇക്കാര്യത്തിൽ ഗയാനെ സഹായിക്കാൻ കൂടെയുണ്ട്. എണ്ണ മാത്രമല്ല, വാതക കയറ്റുമതിയിലും കുതിക്കാനാണ് ഗയാനയുടെ തീരുമാനം. ഗയാന ഉൽപ്പാദിപ്പിക്കുന്നതിൽ പകുതി എണ്ണയും യൂറോപ്യൻ രാജ്യങ്ങളാണ് വാങ്ങുന്നത്. റഷ്യ വീണപ്പോൾ യൂറോപ്പ് പിടിച്ചത് ഗയാനയാണ്. ലിസ, യൂണിറ്റ് ഗോൾഡ്, പയാര ഗോൾഡ് എന്നീ ഇനത്തിൽപ്പെട്ട ക്രൂഡ് ഓയിലാണ് ഗയാന കയറ്റുമതി ചെയ്യുന്നത്. മെക്സിക്കോ, കൊളംബിയ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും വരുന്നതിനേക്കാൾ നല്ല ഇനം എണ്ണയാണ് ഗയാനയിൽ നിന്നുള്ളത്. ഇന്ത്യയും ഗയാനയുമായി കൂടുതൽ എണ്ണ ഇറക്കുമതിക്കുള്ള ചർച്ചയിലാണ്. ബ്രസീൽ, മെക്സിക്കോ, വെനസ്വേല, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഗയാന മാറി. 2030 ആകുമ്പോഴേക്കും ഗയാനയുടെ സ്ഥാനം ഉയരുമെന്നാണ് കരുതുന്നത്. 2024 ഗയാന ഉൽപ്പാദനം വൻതോതിൽ കൂട്ടിയത്. 54% വർദ്ധിപ്പിച്ചത്. യൂറോപ്പിൽ നിന്നും ആവശ്യം ശക്തമായതാണ് കാരണം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.